ശാലു, ശാലു. മുത്തശ്ശി മുറിയിൽ അവളെ കാണാതെ ഉറക്കെ വിളിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്. മുത്തശ്ശി വേഗം തിണ്ണയിലേക്ക് വന്നു. ഇവിടെ ഇരിക്കുവാണോ? മുത്തശ്ശി അവളുടെ അടുത്ത് ഇരുന്നു. എന്തിനാ മോളെ? അവർ അവളുടെ തലയിൽ തലോടി. അഭിയേട്ടൻ എന്നെ വിളിച്ചു മുത്തശ്ശി. സോറിയൊക്കെ പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരട്ടെ? ആട്ടി ഓടിക്കും ഞാൻ. പെട്ടെന്ന് വിഷമമായപ്പോൾ പറഞ്ഞു പോയതാണ്. അതും എന്റെ ഭാവിക്ക് വേണ്ടി. എന്നെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? എങ്കിലും ഇപ്പൊ എനിക്കൊരു കുഴപ്പവുമില്ല. അഭിയേട്ടൻ വിളിച്ചല്ലോ. മുത്തശ്ശി. എന്താ മോളെ? ശാരിയോട് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. വെറുതെ അവൾ എനിക്ക് വേണ്ടി. നിനക്കുള്ള സ്നേഹമൊന്നും അവൾക്കില്ല മോളെ. തിരിച്ച് ഇന്ന് തന്നെ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞേക്ക്. അവിടെയല്ലേ അവൾ നിൽക്കേണ്ടത്. വെറുതെ ഇവിടെയൊക്കെ നിന്നാൽ അത് പിന്നെ ശാരിക്ക് തന്നെ ബുദ്ധിമുട്ടാകും. എത്ര പക്വതയോടാണ് മോളെ നീ സംസാരിക്കുന്നത്. എനിക്ക് സന്തോഷമായി. ഗോമതിയുടെ കൂടെ ഞാൻ അവളെ അയച്ചോളാം. വൈകിട്ട് ചായകുടിയെല്ലാം കഴിഞ്ഞു. ശാലുവിന് പ്രശ്നമുള്ളതായി തോന്നിയില്ല ആർക്കും. അമ്മയ്ക്ക് ഒരേ സമയം ആശ്വാസവും സംശയവുമായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞു. വേണ്ട, നീ ഇന്ന് തന്നെ പൊയ്ക്കോ. ഇവിടെ ഓരോ കാരണം പറഞ്ഞു നിൽക്കാൻ നോക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺപിള്ളേര് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം. അമ്മേ, അവള്. നീ മിണ്ടാതിരിക്ക്. കുറച്ചു ദിവസം അവള് നിന്നാൽ എന്താ കുഴപ്പം? ശാന്തി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സഹായവുമാവില്ലേ ശാരി? സഹായം? ഒന്ന് മിണ്ടാതിരിക്ക്. ഇന്ന് തന്നെ പൊയ്ക്കോ ശാരി. നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലമില്ല. മുത്തശ്ശി ഒരു സ്നേഹവുമില്ലാതെ പറഞ്ഞു. ശാരിക അമ്മയെ നോക്കി. ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ അവൾക്ക് മോന്റെ കൂടെ പോകാമായിരുന്നല്ലോ. അമ്മ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഗോമതി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി മിണ്ടാതെ നിന്നു. നമുക്ക് പോകാം മോളെ, ഗോമതി ശാരിയോട് പറഞ്ഞു. സ്വന്തം വീട്ടിലില്ലാത്ത കരുതൽ ഗോമതി അവൾക്ക് കൊടുത്തിരുന്നു. ഞാൻ എന്നാൽ പോകുവാണമ്മേ. എന്നോട് ദേഷ്യം തോന്നല്ലേ മോളെ. നന്ദിയില്ലാത്ത കൂട്ടങ്ങളാണ് എല്ലാം. അവർ ആ പറഞ്ഞത് മുത്തശ്ശിക്ക് കൊണ്ടു. എങ്കിലും അവർ സമീപനം പാലിച്ചു. പിന്നെ വൈകിപ്പിച്ചില്ല. ഗോമതിയും ശാരികയും തിരികെ വീട്ടിലേക്ക് പോയി. മഹിയായിരുന്നു അവരെ വിളിക്കാൻ ചെന്നത്. ഗോമതിക്ക് ശരിക്കും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. മോളെ, വീട്ടിൽ എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത് എനിക്ക് പേടിയുണ്ട്. അവനില്ലാത്തത് കൊണ്ട്. അവൾക്കും ആ ഭയം ഉണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോൾ ആ സമയം അറിയാലോ. എനിക്കറിയാം അമ്മേ, ആരും നമ്മളെ മതിക്കില്ല. നീയും ഞാനും ഒരുപോലെയാണ്. അവൾക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഓർത്ത്. ഏറ്റവും സങ്കടം അമ്മയെക്കുറിച്ച് ഓർത്തായിരുന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. മഹി അപ്പോൾ തന്നെ വിവരം അവിടെ അറിയിച്ചിരുന്നു. പലരും പല പദ്ധതികളോടെ ആയിരുന്നു അവളെ കാത്തു നിന്നത്. അവിടുത്തെ മുത്തശ്ശി മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ആഹാ, എന്താടി അവിടെ? ആർക്കും നിന്നെ വേണ്ടേ? ആദ്യ ചോദ്യം. നീ വാ മോളെ. ഗോമതി ശാരികയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, കുറച്ചു പണിയുണ്ട്, മുത്തശ്ശി പുറകിൽ നിന്നും പറഞ്ഞു. മഹി മുത്തശ്ശിയുടെ അടുത്ത് വന്നു നിന്നു. പോര്. അവൻ കളിയാക്കി. അതേടാ, നിന്റെ അമ്മയ്ക്ക് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ട്. അവൻ മെല്ലെ അകത്തേക്ക് നീങ്ങി. വീണ്ടും പഴയ അവസ്ഥ. വെറുതെ ഓരോ ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജോലിക്കാരെ എല്ലാം തൽക്കാലം പറഞ്ഞു വിട്ടു. ഇനിയെല്ലാം നീ ചെയ്താൽ മതി, മുത്തശ്ശി പറഞ്ഞു. എന്നെ ഇവിടെ ഇട്ട് ദ്രോഹിക്കാനാണെങ്കിൽ ഉറപ്പായി ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, അവൾ ധൈര്യത്തോടെ തുടർന്നു. അവർ അവിടെയൊക്കെ ഒന്ന് നോക്കി. അടുപ്പിൽ ചൂടുവെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ശാരികയുടെ തൊട്ടടുത്തേക്ക് ചെന്നു. ചിലപ്പോൾ അടിക്കാനാവും, അങ്ങനെ അവൾ കരുതി. നീ പോയി പറഞ്ഞോടി. പറയുമ്പോൾ ഇതുകൂടി ചേർത്ത് പറഞ്ഞു. ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല അവൾക്ക്. അതിനു മുമ്പ് തന്നെ മുത്തശ്ശി തിളച്ചുകൊണ്ടിരുന്ന ആ വെള്ളത്തിലേക്ക് അവളുടെ കൈ പിടിച്ച് മുക്കി. പൊള്ളൽ കൈയിൽ അറിയും മുമ്പ് തന്നെ അവൾ അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സ്വന്തം കൈ പുറത്തേക്ക് എടുക്കാൻ നോക്കി. ഒരു സെക്കൻഡെങ്കിൽ അത്ര. അവളെ വേദനിപ്പിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ പൊള്ളലിന്റെ നീറ്റൽ ശരിക്കും അറിയാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ അവൾ കരഞ്ഞു. പറഞ്ഞു കൊടുക്കടി ഇത് ചെന്ന്. എന്നിട്ടും അവരുടെ ദേഷ്യം അവസാനിച്ചിരുന്നില്ല. ബഹളം കേട്ട ഗോമതി അങ്ങോട്ട് ഓടി വന്നു. കാര്യം ചോദിക്കേണ്ടി വന്നില്ല. ശാരികയുടെ കൈ കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അയ്യോ മോളെ. പെട്ടെന്ന് തന്നെ അവർ ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം എടുത്തു. കൈ ഇങ്ങ് നീട്ടു മോളെ. അവളുടെ കൈയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു ഗോമതി. പൊള്ളിയോ മോളെ? ഞാൻ ഇതൊന്നും സഹിച്ചു നിൽക്കില്ലമ്മേ. ഞാൻ സ്റ്റേഷനിലേക്ക് പോകുവാണ്. അവൾക്ക് ശരിക്കും വാശിയായി. കരച്ചിലും ദേഷ്യവുമൊക്കെ ഉണ്ടായിരുന്നു ആ ശബ്ദത്തിൽ. അതിന് നീ ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് വേണ്ടേ? അതൊരു ഭീഷണി കൂടിയായിരുന്നു. ഇതൊക്കെ എന്താ അമ്മേ? ഗോമതി മുത്തശ്ശിയെ നോക്കി.